എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും MRS ഇലക്ട്രോണിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിത് നോക്കാൻ പോകുന്നത് സാംസങ് സ്പ്ലിറ്റ് AC-യുടെ ഒരു PCB ആണ്. അപ്പോൾ ഇത് കൊണ്ടുവന്നിരിക്കുന്ന ടെക്നീഷ്യൻ എന്നോട് പറഞ്ഞിരിക്കുന്നത് ഔട്ടും കാര്യങ്ങളൊന്നുമില്ല, അതായത് കംപ്രസർ എടുക്കില്ല, ഫാൻ മോട്ടർ എടുക്കില്ല, പക്ഷേ AC ഓൺ ആകുന്നുണ്ട്. ഓണായി കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഇതിനകത്തുള്ള ഈ ഇലക്ട്രിക് ഫ്ലക്ച്വേഷൻ എന്ന് പറഞ്ഞ ഒരു LED ഉണ്ട്. അത് ഇതാണ്ട് ഈ മൂന്നാമത്തെ LED. ആദ്യം നമ്മൾ ഓൺ ചെയ്യുന്ന സമയത്ത് ഈ ഒരു LED സ്റ്റാൻഡ് ബൈ കത്തും. അത് കഴിഞ്ഞ് കുറേ നേരം ഓണായി കിടന്നിട്ട് ഈ ഒരു LED ബ്ലിങ്ക് ചെയ്ത് നിൽക്കും. പക്ഷേ വേറെ ഫംഗ്ഷനോ കാര്യങ്ങളോ ഒന്നും നടക്കുന്നില്ല എന്നുള്ളതാണ് ഈ ഒരു ബോർഡിൻ്റെ കംപ്ലയിൻറ്റ്. അപ്പോൾ അതെന്താണെന്നും അതെങ്ങനെ നമുക്കിത് റിപ്പയർ ചെയ്തെടുക്കാമെന്നുള്ളതാണ് നമ്മുടെ ഈ ഒരു വീഡിയോയിലൂടെ നോക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഇതിപ്പോൾ കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. ഇത് ഫാൻ മോട്ടർ കണക്ഷൻ കൊടുത്തിട്ടുണ്ട്, ഡിസ്പ്ലേ, പിന്നെ നമ്മൾ പവർ കൊടുത്തിട്ടുണ്ട്. ഞാൻ പവർ പ്ലഗ് ചെയ്തിട്ട് ഓൺ ചെയ്യണം. പവർ പ്ലഗ് ചെയ്ത് ഓൺ ചെയ്ത് ഇപ്പോൾ വേണ്ടേ ഇവിടെ നമുക്ക് ഈ ഒരു LED കത്തുന്നുണ്ട്. അതായത് ഇപ്പോൾ ഇത് സ്റ്റാൻഡ് ബൈയിൽ കിടക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഞാൻ സ്റ്റാൻഡ് ബൈ റിലീസ് ചെയ്യണം റിമോട്ട് വഴി. ഓക്കെ, ഇപ്പോൾ സ്റ്റാൻഡ് ബൈ റിലീസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിങ്ങനെ സ്റ്റേബിളായിട്ട് കിടക്കുമ്പോഴത്തേക്കും സ്റ്റാൻഡ് ബൈ റിലീസ് ആയെന്നാണ്. അപ്പോഴത്തേക്കും നമ്മുടെ മോട്ടർ എടുക്കണം, പക്ഷേ മോട്ടർ കറങ്ങുന്നില്ല, മോട്ടർ എടുക്കുന്നില്ല. കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോഴത്തേക്കും നമുക്കിതിനകത്തുള്ള അവർ പറഞ്ഞ കംപ്ലയിൻറ്റ് വരും. ഇപ്പോൾ ഈ ഒരു ശബ്ദം കേട്ടതിന് ശേഷം അതെ ഈ താഴത്തെ ആ LED ഇങ്ങനെ ബ്ലിങ്ക് ചെയ്ത് നിൽക്കുന്നുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇതിങ്ങനെ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു PCBയിലുള്ള വോൾട്ടേജ് ഇഷ്യൂ കാരണമാണ്. അല്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു ഫാൻ മോട്ടർ വർക്ക് ചെയ്തില്ല എന്നുണ്ടെങ്കിലും ഈ ഒരു കംപ്ലയിൻറ്റ് വരും. അല്ലെന്നുണ്ടെങ്കിൽ പ്രോപ്പറായിട്ടുള്ള ഒരു വോൾട്ടേജ് ഈ ഒരു മദർ ബോർഡിന് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിലും ഈ ഒരു കംപ്ലയിൻറ്റ് വരും. ഓക്കെ, എന്താണെന്നുള്ളത് നമുക്ക് മൾട്ടിമീറ്റർ വഴി ചെക്ക് ചെയ്ത് നോക്കാം. അത് ഞാനിതൊന്ന് പവർ ഓഫ് ചെയ്യാണ്. നമുക്ക് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രിൻറ്റിങ് സൈഡ് കാണുന്ന രീതിക്ക് വെക്കാം. ഇപ്പോൾ നമ്മുടെ മൾട്ടിമീറ്റർ എല്ലാം സെറ്റായിട്ടുണ്ട്. ഇനി നമുക്കിത് ഒന്ന് പവർ ഓൺ ചെയ്യാം. പവർ ഓൺ ചെയ്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് ലൈറ്റ് കത്തുന്നുണ്ട്. ഇനി ഇതിൻ്റെ മെയിൻ വോൾട്ടേജ് 330 വോൾട്ടേജാണ്. ആ വോൾട്ടേജ് കറക്റ്റായിട്ട് അവിടെ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് സെക്കൻഡറി വോൾട്ടേജ് 12 വോൾട്ട്, 5 വോൾട്ട്. 12 വോൾട്ട് വന്നിട്ട് നമ്മുടെ ഈ ഒരു റെഗുലേറ്റർ IC വെച്ചിട്ടാണ് 7805 എന്നുള്ള റെഗുലേറ്റർ IC വെച്ചിട്ടാണ് ഇത് കൺവേർട്ട് ചെയ്യുന്നത്. അപ്പോൾ 12 വോൾട്ട് ഉണ്ടെന്ന് നോക്കാം. 12 വോൾട്ടിൻ്റെ അവിടെ നമുക്കിവിടെ 12 വോൾട്ട് കിട്ടുന്നുണ്ട്. പക്ഷേ അത് അൺസ്റ്റേബിളാണ് കേട്ടോ. മാറിയും തിരിഞ്ഞൊക്കെ പൊയ്ക്കൊണ്ടിരിക്കുക. ഒരു കൃത്യമായിട്ടുള്ള ഒരു വോൾട്ടേജ് നിൽക്കുന്നില്ല. ഡ്രോപ്പായി പോയിക്കൊണ്ടിരിക്കുകയാണ്. 5 വോൾട്ട് അത് കണക്ക് തന്നെ 5 വോൾട്ട് ഇവിടെ സ്റ്റേബിളായിട്ട് നിൽപ്പുണ്ട്. പക്ഷേ ഇവിടെ 12 വോൾട്ട് നേരത്തെ ഉണ്ടായിരുന്നത് ഇപ്പോൾ കുറഞ്ഞ് പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ നമ്മുടെ ബോർഡ് ഇപ്പോഴും ഓണാണ്. റിമോട്ടിൽ ജസ്റ്റ് പവർ ഓൺ ചെയ്തു. റിമോട്ടിൽ പവർ ഓൺ ചെയ്തിട്ട് നമുക്കിവിടെ ചെക്ക് ചെയ്യും. ഇപ്പോൾ 5.7. കാര്യം ഈ അതാണ് ഇതിൻ്റെ ഒരു പ്രോബ്ലം. അപ്പോൾ നമ്മുടെ ഈ സെക്കൻഡറിയിൽ നമ്മുടെ ഈ ഫാൻ മോട്ടർ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടൊരു 15 വോൾട്ട് വരണം. ആ 15 വോൾട്ട് ഉണ്ടോ എന്ന് നോക്കാം. അവിടെ നമുക്ക് 9 വോൾട്ട് 10 വോൾട്ടൊക്കെ വരുന്നത്. അപ്പോൾ ഈ ഒരു വോൾട്ടേജ് ഫ്ലക്ച്വേഷനാണ് നമ്മുടെ ഈ ഒരു ബോർഡിൻ്റെ പ്രശ്നം. വോൾട്ടേജ് ഫ്ലക്ച്വേഷൻ എന്തുകൊണ്ട് വരുന്നെന്നുള്ള കാര്യത്തെക്കുറിച്ച് നോക്കാം. അപ്പോൾ നമ്മുടെ ഈ വോൾട്ടേജ് ഫ്ലക്ച്വേഷൻ വരാൻ കാരണമെന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു ഫീഡ്ബാക്ക്, അതായത് ഈ SMPSൻ്റെ ഫീഡ്ബാക്ക് കറക്റ്റ് അല്ല. അപ്പോൾ ഇവിടെ ഇതിന് റെഗുലറായിട്ട് വരുന്ന ഒരു കംപ്ലയിൻ്റാണ്. ഇവിടെ നമുക്കൊരു 3 ട്രാൻസിസ്റ്റർ കണക്ക് സാധനങ്ങൾ കാണാൻ പറ്റുന്നുണ്ട്. ഇത് ഒരെണ്ണം ട്രാൻസിസ്റ്ററാണ്. ഇവിടെ വരുന്ന ഈ 2 എണ്ണവും 2 ഡയോഡുകളാണ്. ഇത് 11 വോൾട്ടിൻ്റെ 12 വോൾട്ട് ഫീഡ്ബാക്ക് ചെയ്യുന്ന ഡയോഡാണിത്. ഇതതിൻ്റെ പകുതി ആയിരിക്കും. ഇവിടെ ഒരു നമുക്ക് എന്തെങ്കിലും ഒരു കാര്യത്തിൽ നമ്മളിത് സ്റ്റാൻഡ് ബൈയിലോട്ട് ആക്കുന്ന സമയത്ത് ഇത് ഈ ഒരു ട്രാൻസിസ്റ്റർ സ്വിച്ച് ചെയ്തിട്ട് ഇതിനെ ഹാഫ് വോൾട്ടേജിലോട്ട് ആക്കിയിടും. അത് ഇതിൻ്റെ വർക്കിംഗ് ടൈമിലാണ് അതങ്ങനെ പോകുന്നത്. അപ്പോൾ നമുക്ക് ഇവിടുത്തെ ഈ ഒരു ഫീഡ്ബാക്ക്, ഈ ആദ്യം കാണുന്ന ഈ ഒപ്റ്റോയാണ് നമ്മുടെ ഈ SMPSനായിട്ടുള്ള ഫീഡ്ബാക്ക് ഒപ്റ്റോ വരുന്നത്. അപ്പോൾ ഈ ഒപ്റ്റോയിൽ വരുന്ന വോൾട്ടേജിൻ്റെ വേരിയേഷൻ കൊണ്ടിട്ടാണ് നമുക്കിവിടെ ഈ ഒരു പ്രശ്നം വരുന്നത്. ഈ ഒരു ഡയോഡ്, അതായത് ഈ ട്രാൻസിസ്റ്റർ പോലെ ഇരിക്കുന്ന ഇവിടുത്തെ ഈ ഒരു ഡയോഡ് നമുക്കിവിടെ നിന്ന് മാറ്റി
ഇതിന് പകരം നമുക്കൊരു 11 വോൾട്ടിൻ്റെ സെനർ ഡയോഡ് കണക്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു പ്രശ്നം ഇവിടെ നിന്ന് മാറും. അപ്പോൾ അത് കൊടുത്തിട്ട് നമുക്ക് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഈ ഒരു പ്രശ്നം മാറിയിട്ടുണ്ടോ ഇല്ലയെന്ന്. അപ്പോൾ അത് വരുന്ന പൊസിഷൻ എന്ന് പറയുന്നത് ഇവിടെയാണ്. ഈ ഒരു ഡയോഡ് ഇത് ഇളക്കി മാറ്റിയിട്ട് ഇവിടെ നിന്ന് നമുക്ക് ഈ ഒരു 12 വോൾട്ടിൽ നിന്ന് ഇവിടെയായിട്ട് ഈ ഫീഡ്ബാക്കായിട്ട് ഒരു സെനർ ഡയോഡ് കണക്ഷൻ കൊടുക്കാം. അത് കണക്ഷൻ കൊടുത്തിട്ട് വരാം. അപ്പോൾ ഞാൻ ഇവിടെ ഒരു 11 വോൾട്ടിൻ്റെ ഒരു സെനർ ഡയോഡ് ഇവിടെ ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഈ സെനർ ഡയോഡിൻ്റെ പോസിറ്റീവ് സൈഡ് പോസിറ്റീവിലും നെഗറ്റീവ് സൈഡാണ് നമ്മുടെ ഫീഡ്ബാക്കുമായിട്ട് കൊടുത്തിരിക്കുന്നത്. ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ കാര്യം എന്ന് പറയുന്നത് നമുക്ക് ഇവിടെ എത്ര വോൾട്ടാണോ വരേണ്ടത്, ഔട്ട്പുട്ട് എത്ര വോൾട്ടാണോ വരേണ്ടത് ആ വോൾട്ടേജിനെ ക്രോസ് ചെയ്യുന്നത്. അതായത് ഈ ഒരു 11 വോൾട്ടിൻ്റെ സെനർ ഡയോഡ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇവിടെ 11 വോൾട്ടിൽ കൂടുതൽ വരുമ്പോഴത്തേക്ക് ഇതുവഴി സപ്ലൈ അകത്തോട്ട് കയറി വരുള്ളൂ. അതുവരെ ഇത് ഇപ്പോൾ 10 വോൾട്ട് വന്നു കഴിഞ്ഞാൽ ഇത് സപ്ലൈ കടത്തി വിടില്ല. 11 വോൾട്ടിന് മുകളിലോട്ട് വരുമ്പോഴത്തേക്കും സപ്ലൈ ഇതുവഴി ഈ പോസിറ്റീവ് വഴി നെഗറ്റീവിലോട്ട് കടന്ന് നമ്മുടെ ഈ ഒരു ഒപ്റ്റോയിൽ അത് കൺട്രോൾഡായിട്ട് നിൽക്കത്തുള്ളൂ. അപ്പോൾ നമുക്കിനി ഇത് ഇപ്പോൾ ഞാൻ ഇത് കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് പവർ ചെയ്തിട്ട് ഇതിൽ ആ വോൾട്ടേജ് സ്റ്റേബിൾ ആണോ എന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ മോട്ടർ ഇവിടെ വെച്ചിട്ടുണ്ട്. പവർ ഇനി ഇതൊന്ന് പവർ ഓൺ ചെയ്യാം. അപ്പോൾ നമുക്ക് സ്റ്റാൻഡ് ബൈ റിലീസ് ആയിട്ടുണ്ട്, അല്ല സ്റ്റാൻഡ് ബൈയിലായിട്ടുണ്ട്. അപ്പോൾ ഇത്ര വോൾട്ടേജ് സെക്കൻഡറിയിൽ 12 വോൾട്ട് വന്നിട്ടുണ്ട് നോക്കാം. ഓക്കെ, 12.49 വോൾട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അത് കുറയുന്നില്ല, അതിനകത്ത് വലിയ വേരിയേഷനും കാര്യങ്ങളൊന്നുമില്ല. അത് സ്റ്റേബിളായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ആ 12.49 വോൾട്ടിൽ സ്റ്റേബിളായിട്ട് നിൽക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് പവർ ഓൺ ചെയ്യാം. പവർ ഓൺ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ഫാൻ മോട്ടർ എടുക്കണം. ഓക്കെ, ഫാൻ മോട്ടർ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ചെറിയ സെനർ ഡയോഡ് മാറിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു പ്രശ്നം പരിഹരിക്കാവുന്നതേ ഉള്ളൂ. ഇനിയിപ്പോൾ ഈ ഒരു ഈ വോൾട്ടേജെല്ലാം സ്റ്റേബിളാണ്, എന്നിട്ടും ഈ ഒരു ഫാൻ മോട്ടർ വർക്ക് ചെയ്തില്ല എന്നുണ്ടെങ്കിലും ഇതേ കണക്ക് ഉള്ള ഒരു ഫ്ലക്ച്വേഷൻ LED കത്തും. അത് ഈ ഫാൻ മോട്ടർ വർക്ക് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഫാൻ മോട്ടർ വർക്ക് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് വേറെയും കംപ്ലൈൻറ്റുകൾ വരാൻ സാധ്യതയുണ്ട് ഇതിൽ. ഇപ്പോൾ ഇതിനകത്ത് പവറിൻ്റെ ഇഷ്യൂസ് ആയിരുന്നു, അത് നമ്മൾ ഈ ഒരു സെനർ ഡയോഡ് ഉപയോഗിച്ചിട്ട് അതിൻ്റെ കംപ്ലൈൻറ്റ് മാറ്റി. ഇനി ഇതിൽ ഔട്ട് വരുന്നുണ്ടോ എന്നും കൂടെ നോക്കണം. ഔട്ട് വന്നില്ല എന്നുണ്ടെങ്കിൽ ഔട്ട് വരാത്തൊരു സിറ്റുവേഷനും കൂടെ വരും. അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ ഇവിടെ വരുന്ന ഈ ഒപ്റ്റോ കപ്ലർ ഒരു സീറോ ക്രോസിംഗ് ആണ്. ഈ സീറോ ക്രോസിംഗ് ഒപ്റ്റോ കപ്ലറിൽ സീറോ ക്രോസിംഗ് വന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ കംപ്രസർ ഔട്ട് ചെയ്യത്തില്ല. ഈ ഒരു കംപ്ലൈൻറ്റ് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി ഇതിൽ എന്തെങ്കിലും കൂടുതൽ കംപ്ലൈൻറ്റ് വരികയാണെന്നുണ്ടെങ്കിൽ അതിന് ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ ഈ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോസ്. ബൈ.